ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും ധൈര്യത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ടേ എന്നാണോ നമ്മുടെ ദോശ ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഇതുപോലെ റാഗിയും ചെറുപയറും കഴുകി നമ്മളിത് കുതിർന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണേ. നമ്മൾ എത്രയാണോ റാഗി എടുക്കുന്നത് അതേ അളവിൽ തന്നെ ചെറുപയറും എടുക്കണം കേട്ടോ. 1 ഗ്ലാസ് റാഗി ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചെറുപയർ എന്നുള്ള കണക്കിന് വേണം എടുക്കാനേ. 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണേ. പ്രത്യേകിച്ചും റാഗിയിൽ നല്ല പൊടിയുണ്ടാവും. നന്നായിട്ട് വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുത്തിട്ട് വേണം നല്ല വെള്ളത്തിൽ ഇടാനായിട്ട് കേട്ടോ. അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കുവേ ഇതുപോലെ നന്നായിട്ട് റാഗിയും ചെറുപയറും കുതിർന്ന് കിട്ടുവേ. ഇനി അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലോട്ട് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഒരു 2 നുള്ളു ഉലുവയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഞാൻ 1 കപ്പ് റാഗിയും 1 കപ്പ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഉലുവയുടെ കണക്കിവിടെ പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് ഉലുവ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ. ഉലുവ നമുക്ക് വേണമെങ്കിലേ നമ്മൾ കുതിരാനിട്ട സമയത്ത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തന്നെ എടുക്കണം. സവോള എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 2 ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇഷ്ടമല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവേ. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു രുചിയും അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടുവേ. ഇനി ഒരു പച്ചമുളക്, ഞാനിവിടെ 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളേ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലേ. 1 നുള്ള് കായപ്പൊടി കൂടി, കായം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. കൂടി പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവേ. അരയ്ക്കുമ്പോഴേ ഒരുപാട് ലൂസായി പോകാതെയും ഒരുപാട് കട്ടിയായി പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളെ അരി ഉഴുന്നുമൊക്കെ അരച്ചെടുക്കില്ലേ, ആ ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടി ഉണ്ടാവണം കേട്ടോ. ഇതിന് കൺസിസ്റ്റൻസി ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് വിട്ട് കിട്ടാനായിട്ടും വെന്ത് കിട്ടാനായിട്ടും പാട് വരുവേ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം മാവ് അരച്ചെടുക്കാന്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. നോക്കിക്കേ, ഈ ഒരു കൺസിസ്റ്റൻസി വേണേ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മളിത് പുളിക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാവേ. ഇനി ദോശക്കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം തളിച്ച് ഓയിൽ പുരട്ടിയെടുക്കണേ. ഇനി നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. ദോശ ചുടുമ്പോഴേ കല്ല് നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചുകൊണ്ട് വേണേ നമ്മൾ ദോശ ചുട്ടെടുക്കാനേ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയെക്കാളും അല്പം കൂടി വേവ് കൂടുതലാണ് ഇതിന്. അതുപോലെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ മറക്കരുത്. നമുക്കതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ റാഗിയുടെയും ചെറുപയറിൻ്റെയും മുഴുവൻ ഗുണവും നമുക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് അബ്സോർബായി കിട്ടുവേ. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും അഭിപ്രായം പറയണേ. ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചമ്മന്തിയോ അതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ചേർത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാവേ. നമ്മൾ സാധാരണ കഴിക്കുന്ന അരി ഉഴുന്ന ദോശയെക്കാളും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുകയെ. പക്ഷെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഭയങ്കര കൂടുതലാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.